പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് സിനിമ ടാക്കീസ് ചർച്ച ചെയ്യുന്നു ദീപക് ദേവിനെ കുറിച്ച്. SH തേവരിയിൽ ബികോമിന് മെറിറ്റ് സീറ്റ് കിട്ടാൻ മിനിമം 90% മാർക്ക് വേണമെന്നിരിക്കെ 65% മാർക്കും പിന്നെ കീബോർഡിലെ മാന്ത്രികതയും കൊണ്ട് സംഗീത സ്നേഹിയായ പ്രിൻസിപ്പലിനെ വളച്ചൊതുക്കി മെറിറ്റിൽ സീറ്റ് നേടിയ ഒരു തലശ്ശേരിക്കാരൻ്റെ കഥ. വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കില്ലെന്ന് കരുതുന്നു. വീഡിയോയിലേക്ക് കിടക്കാം. കോളേജിൽ മ്യൂസിക് ബാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഇന്റർ കോളേജ് കോമ്പറ്റീഷനിൽ കിരീടം നേടിക്കൊടുത്ത് പ്രിൻസിയുടെ തീരുമാനം വെറുതെ ആയിരുന്നില്ല എന്ന് തെളിയിച്ച ആ ചുരുളൻ മുടിക്കാരൻ സംഗീതപ്രേമിയായ ആ പ്രിൻസിക്ക് പ്രിയങ്കരനായതുപോലെ AR റഹ്മാൻ, വിദ്യാസാഗർ, അനു മാലിക്, കീരവാണി, മണി ശർമ്മ തുടങ്ങിയ മ്യൂസിക്കിനെ വികാരമായി കാണുന്നവരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് അത് പഠിച്ച് കയ്യിലുള്ള പ്രതിഭയെ പോളിഷ് ചെയ്തെടുത്ത് ഓഡിയൻസിന് മുഴുവൻ പ്രിയപ്പെട്ടവനായത് വളരെ പെട്ടെന്നായിരുന്നു. സ്വയംവര ചന്ദ്രികെ, ഇനിയും മിഴികൾ, മിന്നടി മിന്നടി മിന്നാമിനുങ്ങെ, പറയാതെ അറിയാതെ, ആരോ നീ ആരോ, ഇന്നലകളെ തിരികെ, ചിത്രമാണിക്കാട്ടിൽ, പിച്ചവെച്ച നാൾ, അകലെയോ നീ, ആ കൊച്ചി നമ്മുടെ കൊച്ചി, മഴപാടും മുകിലായി, പറയാതെ വന്നൻ, അങ്ങനെ തുടങ്ങി ചെയ്യുന്ന ഓരോ ആൽബങ്ങളിലും പ്രേക്ഷകർക്ക് മൂളി നടക്കാൻ ചുരുങ്ങിയത് ഒരു പാട്ടെങ്കിലും സമ്മാനിക്കുന്ന പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ. മെലഡിയും സ്പീഡ് നമ്പറുകളും ഗസലുകളും അനായാസം ഒഴുകി വരുന്ന ആ സംഗീതമഴയിൽ എത്രയോ വട്ടം നാം എല്ലാവരും നനഞ്ഞു കുതിർന്നു നിന്നിരിക്കുന്നു. ജീവിതത്തിന്റെ ഒരു സ്റ്റേജിൽ മ്യൂസിക് തന്നെ മടുത്ത് വേറെ ഫീൽഡ് നോക്കാനായി തീരുമാനമെടുക്കുകയും പ്രാണനായി കണ്ട കീബോർഡ് വിൽക്കാനുള്ള ശ്രമം 3 വട്ടവും പരാജയപ്പെടുന്നു. 3 വട്ടവും അഡ്വാൻസ് എന്ന് പോയവർ തിരിച്ചു വന്നില്ല. അയാളോട് ആ കീബോർഡിലാണ് നിന്റെ ജീവൻ, അത് കൈവിടരുത് എന്ന് പറയാതെ പറഞ്ഞ ആ അദൃശ്യ ശക്തിക്ക് നന്ദി പറയട്ടെ. അല്ലെങ്കിൽ മാരിപ്പേയെ, കാണാക്കരയെ, ആഴിത്തിര നീയെ, ഇരുളിൻ വാനിൽ നീറാ സൂര്യനെ, എതിരി 1000 എരിയും മാനിടം, അതിരിടങ്ങളോ അടർക്കളം, തേടുന്നു നോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു, താരാധിപന്മാർ നിന്നെ, എമ്പുരാനെ 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 എന്ന് തുടങ്ങിയ ഈ സാധനം നമുക്ക് കിട്ടുമായിരുന്നു. ദീപക് ദേവ് നിങ്ങൾ വളരെ പ്രിയപ്പെട്ട ഒരു ഗായകനാണ്. എമ്പുരാൻ ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഊർജം പകരുന്ന ഈ മനുഷ്യനെ മറന്നു പോകരുത്. ഇതാണ് ദീപക് ദേവിനെ കുറിച്ചുള്ള സ്റ്റോറി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.